കമ്പ്യൂട്ടറിലെല്ലാം കളിക്കുന്ന ഒരു ഗെയിം, അതായത് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഒരു ഗെയിം, അത് നമുക്ക് മൊബൈലിൽ കിട്ടുന്നുണ്ട്. അപ്പം പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. മോർട്ടൽ കോമ്പാക്ട്. അപ്പം മോർട്ടൽ കോമ്പാക്ട് പറയുമ്പം സൈസ് 1.23 1 GB മേലെയുണ്ട്. പക്ഷെ 2 GB താഴെയാണ്, 1.5 GB താഴെയാണ്. ഇൻസ്റ്റാൾ ആക്കുമ്പോൾ 1 സംതിങ് മുകളിൽ പോകും. അപ്പോൾ ഈ ഗെയിം മോഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡാന്ന് ഞാൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുതരാം, നിങ്ങൾ പോയിട്ട് എടുത്തോ. അപ്പോൾ പിന്നെ അതിൻ്റെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അൺലിമിറ്റഡ് കോയിനാണോ? അല്ല, പക്ഷെ അൺലിമിറ്റഡ് കോയിൻ ആക്കാം. പക്ഷെ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോയിൻ കിട്ടൂല. അൺലിമിറ്റഡ് കോയിൻ എന്തായാലും കിട്ടൂല. അത് കളിക്കുന്നതിൻ്റെ, അതായത് ഫൈറ്റിങ്, അതിന് ഫൈറ്റിംഗ് ആണല്ലോ, വേറെ ആളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന. അപ്പം അതിന് പവർ കൂട്ടാ, അങ്ങനത്തെ സംഭവമല്ലോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ് തരുന്നത്. അപ്പം ഫൈറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അവർ നമുക്ക് പവർ കൂട്ടാം, അതായത് ഹെൽത്ത്. ഇപ്പം ഓരോരോ സംഭവമില്ലേ, എക്സ്ട്രാ പവർ. എക്സ്ട്രാ എന്ന് പറയുമ്പം അതിപ്പോൾ എങ്ങനെ പറയല്, നോർമലി ആളെ കൊല്ലുന്ന പോലെ അല്ല, വേറെ കൊല്ലുന്ന പവർ ഇല്ലേ, അതെല്ലാം വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് കുറച്ച് ടൈം എടുക്കും. അത് കൂടിയിട്ട് ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെയല്ല, ഇത് ഫുള്ള് ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ കുറേ കടകടാന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചറപടായി എന്ന് പറഞ്ഞിട്ട് ആളെ തരും. അങ്ങനെ ചെയ്തിട്ട് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ കിട്ടുമല്ലോ. പെട്ടെന്ന് പെട്ടപ്പെടാന്ന് പറഞ്ഞ് കളി തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ കിട്ടും. അപ്പോൾ കോയിൻ കുറേ കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കോയിൻ. ഓക്കെ, അപ്പം ബാക്കി ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ട് സമയം കളയാം. നമുക്ക് ഗെയിമിലേക്ക് പോയിട്ട് ഗെയിം കളിച്ചിട്ട് ജയിക്കാം. അപ്പം സ്റ്റാർട്ടിങ് കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് നിങ്ങൾ കളിക്കുമ്പോൾ കിട്ടും. ഓക്കെ, സ്റ്റാർട്ടിങ് നിങ്ങൾ കളിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നിങ്ങൾ കളിച്ചു. ഇടയിൽ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റാർട്ടിങ് കാണിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഇൻസ്റ്റാൾ ആക്കിയിട്ട് കാണുമ്പോൾ പോരല്ല. അപ്പം വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവമാണ് ഗെയിം. ഞാനൊന്ന് ഗെയിം ഓപ്പൺ ആക്കുവാണ്. ഇത് ഓണായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലായിരിക്കൊണ്ടാൽ മോർട്ടൽ കോമ്പാക്ട്. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ തന്നെ തോന്നുന്നുണ്ടാവും ചിലവർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല. അപ്പം ഇതെല്ലാം കാണുമ്പോൾ നോക്കിയേ, ഒരു അടിപൊളി ഗെയിമല്ലേ ഈശോ. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കളിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ സ്കിപ്പ് അടിച്ചു. അപ്പോൾ നമുക്ക് ബാറ്റിൽ മോഡ് എടുത്തിട്ടൊന്ന് കളി നോക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് കളിച്ച്, അപ്പോൾ കുറേ സ്ഥലമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 അവിടെ കഴിഞ്ഞിട്ട് കാണും. ഇപ്പോൾ ഞാൻ വേറൊന്ന് കളിക്കുന്നത്. അപ്പം ഇത് എതിർ ടീം. അപ്പോൾ നമുക്ക് ഒരു ഫൈറ്റ് ഒന്ന് നോർമലി നോക്കാം. ഞാൻ കുറച്ച് കളിച്ച് അങ്ങ് എത്തി അതുകൊണ്ട്. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കളി.
അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിമി അടിച്ച പാട് നമ്മളെ ലൈഫ് നല്ലോണം കുറയുന്നു. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എനിമീൻ്റെ ലൈഫ് കുറച്ചേ കുറയുന്നില്ല. കാരണം എന്ന് പറയുമ്പം നമ്മൾ കളിച്ചിട്ട് കുറച്ച് ലെവൽ അപ്പുറത്തേക്ക് എത്തി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിൽ ലെഫ്റ്റ് സൈഡിലൊരു 5 എന്ന് എഴുതിയിട്ടുണ്ടാവും ഒരു സാധനം. അത് ഞെക്കിയതിന് ശേഷം ഇതെല്ലാം നമ്മൾ ഓണാക്കി വെക്കാം. ഇതെല്ലാം ഓണാക്കിയിട്ട് നമുക്ക് കളിയിൽ കയറി വെക്കാം. ഈ ഒരു സൈഡിൽ കാണുന്നില്ല, ലെഫ്റ്റ് സൈഡിൽ ഒരു 5 എന്ന് എഴുതിയിട്ടുള്ളൊരു ഹാരോ മാർക്കിൻ്റെ സാധനം. ഇതെടുത്തിട്ട് നമ്മൾ എല്ലാം ഓണാക്കിയിട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ അടിയിൽ തന്നെ കളി തീരും. കണ്ട, അവരുടെ ലൈഫ് നമുക്ക് കുറയുന്നത് കാണും. അതുമാത്രമല്ല എല്ലാ കളിയും ചടപടയെന്ന് തീർന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഓണാക്കാൻ പാടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്നതിനൊരു അർത്ഥമില്ല. ഒന്നെന്ന് പറയുന്നത് ഇത് ഗെയിമാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പം 3 ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ 3 ഓണാക്കിയിട്ട് തന്നെയല്ലേ ഇല്ലേ, അവർ നമ്മളെ തല്ലൂല. നോക്ക്, കണ്ട, അവർ നമ്മളൊന്നും ചെയ്യൂല. നമ്മളിങ്ങനെ അവരൊരു ബൊമ്മ കണക്കാടെ നിൽക്കും. ഇതേ കണക്കാണ് ഇത്. നമുക്ക് ഓൺലൈനിൽ കളിച്ച് കഴിഞ്ഞാലും എനിമി നമ്മളൊന്നും ചെയ്യൂല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. ഇടാ എനിമിക്ക്, അതായത് ഓൺലൈനിൽ കളിക്കുന്നുണ്ടെങ്കിൽ എനിമിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് ഒന്നും വർക്കാവില്ല. അങ്ങനത്തെ അവസ്ഥയാവും. ഇതിപ്പം വേണ്ട, അവർ അനങ്ങാണ്ടെക്കും, ഒന്നും ചെയ്യൂല. വേണ്ട, അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് കളി തീർക്കാൻ പറ്റും. ഇങ്ങനെ അവർ അനങ്ങാണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ കളിച്ചിട്ട് എന്ത് കാര്യം? ഈ കളിക്കുന്നതിന് ഒരു അർത്ഥമില്ല, വേസ്റ്റായി പോകും കളിക്കുന്നതല്ല. അപ്പം ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നിച്ചാക്കിയിട്ട് ഇങ്ങനെ പവർ കൂട്ടാൻ പറ്റും. അതായത് ഓരോരോ അപ്ഗ്രേഡും കാര്യങ്ങളും പവറും കാര്യങ്ങളെല്ലാം കിട്ടുന്ന സാധനമാണ് ഇത്. ഇത് കണക്ക് കുറേ കാർഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാവും. ഇപ്പം ഞാനിപ്പം ഇതിൽ ഒരു ഗെയിം പ്ലേ കൂടി കാണിച്ചുതരാം. എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇപ്പം ഇതിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ മാത്രം ഓണാക്കാം. ഫസ്റ്റത്തത് മാത്രം ഓണാക്കി കളിക്കാം, നമുക്ക് കയറാം. അപ്പം എന്ത് സംഭവിക്കും ഇതിൽ? നമുക്ക് ഇപ്പോൾ അത് വായിക്കാൻ പറ്റൂല, അതാണ് നമ്മളെ പ്രശ്നം. ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. കണ്ട, അവർ ഫൈറ്റ് ചെയ്യൂല. ആ ഫസ്റ്റത്തത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഫൈറ്റ് ചെയ്യൂല. അതിൻ്റേതാണ് ആ ഫസ്റ്റത്തെ ബട്ടൺ. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലായി. അപ്പം നമുക്ക് അത് ഓണാക്കിയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ നമ്മളെ ഫൈറ്റ് ചെയ്യാണ്ട് നമ്മൾ അത് ഓണാക്കിയിട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഇനി ഇപ്പം വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിപ്പം ഇത് മാറ്റിയിട്ട് സെക്കൻഡത്തത് നോക്കാം. ഇതെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഓണാക്കി ഫസ്റ്റത്തത് ഓഫാക്കി. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ നോർമലി ഫൈറ്റ് ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നു. നോക്കട്ടെ, അടിക്കണം. അവർ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അത് ഓഫാക്കി. അപ്പം അടിക്കാൻ തുടങ്ങി. അതായത് ലാസ്റ്റത്തത് മാത്രം വെച്ച സമയത്ത് അവർ നമ്മൾ അടിക്കുന്നുണ്ട്. ഓരോരു പവർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലാസ്റ്റത്തത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒടുക്കത്തെ പവറാണ്. ഭയങ്കര കേട്ടാ. അപ്പം ഇങ്ങനെ അതിൽ നടുക്കത്തത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലേ, നമുക്ക് മറ്റേ എക്സ്ട്രാ പവർ, കത്തി എറിയുന്ന പവർ, സൂപ്പറായിട്ട് അടിക്കുന്ന പവർ, അതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും ആ രണ്ടാമത്തെ ബട്ടൺ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ലാസ്റ്റത്തത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഫൈറ്റും ചെയ്യും, നമുക്ക് നല്ല അടിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള സംഭവമാണ് ഈ ഗെയിം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ ഗെയിമിൻ്റെ പുറത്ത് കുറേ സംഭവങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഗെയിം കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും, ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കോയന് കാര്യങ്ങൾ അതെല്ലാം മുകളിൽ കണ്ട. പിന്നെ നമുക്ക് ഈ പച്ച തലയോട്ടി, പച്ച തലയോട്ടീൻ്റെ അവിടെ ഒരു കോയൻ കണക്കത്തെ സാധനം, അതിൽ നമുക്ക് ആ പച്ച തലയോട്ടീൻ്റെ കണ്ടോ 156. ആ പച്ച തലയോട്ടി സാധനം വിറ്റിട്ട് നമുക്ക് കോയിൻ വാങ്ങിക്കാൻ പറ്റും. അത് ഇതിൽ തന്നെ ഷോപ്പിൽ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ടാണ് ഞാൻ ഇത്രയും കോയിൻ വാങ്ങിച്ചത്. അവിടെ കണ്ട കുറേ കോയിൻ. അപ്പം ഇത് പച്ച തലയോട്ടി നമുക്ക് കിട്ടും, കുറച്ച് പണിയാണ്. പക്ഷേ ഇങ്ങനെ ചടപടയെന്ന് ഗെയിമെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അപ്പം നമുക്ക് എന്ത് വേണ്ടിയെടുക്കാം, അത് വിറ്റിട്ട് കോയിൻ വാങ്ങിക്കാം. അങ്ങനെ പൈസക്കാരനാവാം. അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യാം. അപ്പം നമ്മൾ ക്യാരക്ടർ വാങ്ങിക്കുന്ന സെക്ഷനിലേക്ക് എത്തി. ഇതിൽ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോരാളെ വാങ്ങിക്കാം. ഇവർ പൈസ കൂടിയവർക്ക് പവർ കൂടുതലാണല്ലോ. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ചിലപ്പോൾ പൈസ കൂടിയവന് പവർ ഇല്ലെങ്കിൽ നമ്മൾ എടുത്തത് വെറുതെ ആവും. പിന്നെ ടോട്ടലി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വലിയ പൈസേൻ്റെ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തന്നു.
അതിന് നിങ്ങൾക്ക് പ്രശ്നമുള്ളതെന്ന് എനിക്കറിയാം, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഇത് പൈസ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാക്കായിട്ട് ആൾക്കാർ വാങ്ങിക്കാനാവും. ഇപ്പം 150 കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ മൊത്തത്തിൽ കിട്ടും ഒരു പാക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ പാക്കറ്റിൽ എന്തെല്ലാം ഉണ്ടാവും, ഒരു ചിപ്സിൻ്റെ പാക്കറ്റെല്ലാം വാങ്ങിച്ച് കുറേ ചിപ്സ് ഉണ്ടാവും. ഇതേ കണക്ക് ഇവർ ഓരോരു പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇവരെ കണക്കത്തെ കുറേ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും വേറെ വേറെ പവറായിരിക്കും. ഇപ്പം ഞാൻ സ്കിപ്പ് അടിക്കുന്നത് കാരണം കുറേ ടൈം കളയാനില്ല, എൻ്റെ ടൈം കുറേ പോകുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ. അവിടെ രണ്ടാമത്തെ സെക്ഷനിൽ കാണുന്നതാണ് മൾട്ടിപ്ലെയർ. അത് ഞാനിപ്പോൾ എടുത്തു. അപ്പോൾ ഇതിലൊരു പേര് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതാണെന്ന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഞെക്കിയിട്ട് കളിക്കാൻ പോവാം. അപ്പം ഓൺലൈൻ പ്ലേ അങ്ങനെ എടുക്കുക. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഓക്കെ ഏതെല്ലാം ഉണ്ട്, നമുക്ക് ഏതാണെന്ന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കളിയിലേക്ക് പോകും. അപ്പം ഇവിടെ എതിർ ടീമിനെ കിട്ടും. എതിർ ടീം ഇപ്പം എൻ്റെ പേര് ഇപ്പം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. VR ബോയ് എന്നുള്ള സ്പേസ് ഒന്നും ഇടാണ്ട് കൊടുത്തിന്. പിന്നെ അപ്പുറം വേറെ ഏതോ ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ന് പറയുമ്പം ആ സാധനം ഞെക്കിയിട്ട് പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ പവർ ഓൺ ആക്കിയതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമിക്ക് അടിക്കാൻ പറ്റില്ല. ഓൻ ബട്ടൺ ഞെക്കുന്നുണ്ടാവും, പക്ഷെ ഓന് വർക്ക് ആവില്ല. അത് കണ്ടാവും അനങ്ങാണ്ട് എടുക്കുന്നവൻ. കാരണം ഞാൻ ആ സാധനം ഓൺ ആക്കിയതുകൊണ്ട് ഓന് കളിക്കാൻ പറ്റുന്നില്ല എന്നോട്. ഓൻ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ ഇത് ഞാൻ ഞെക്കിയിട്ട് എന്താ ഇവൻ ഫൈറ്റ് ചെയ്യാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും. സംഭവം ഞാനും കളി തുടങ്ങിയതിന് ശേഷമാണ് ഞാനിത് ഓർക്കുന്നത്, ഈ സാധനം ഓണാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഓനിങ്ങനെ കൊല്ലുമ്പോൾ ഓന് വിഷമാവൂലേ. അപ്പം നമ്മൾ എല്ലാം ഓഫാക്കാം. അപ്പോൾ ഓൻ എന്നെ തള്ളാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ പവർ ഇല്ല സാധനം ഉണ്ട് കേട്ടാ, തുപ്പുന്ന സാധനം ഉണ്ട്. നമുക്കെന്താ തുപ്പാൻ അറിയാനിട്ടാ, ഇവൻ തുപ്പാത്തോണ്ട് തുപ്പിക്കഴിഞ്ഞാൽ അവൻ കത്തിത്തീരും. അപ്പം ഓടിച്ചു കൊന്നു. ഇത് ഫേക്ക് ഗെയിം പ്ലേ ആണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് വിഷമാവുന്നുണ്ട് ഓനെ ഞാനിങ്ങനെ കൊല്ലുമ്പോൾ. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേക്കായിട്ട് ജയിച്ചു. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത്. ഇനിയിപ്പം വെറുതെ പോയിട്ട് ഞാൻ ഓനൊന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പോയിട്ട് നിന്ന് കൊടുക്കട്ടെ. പക്ഷേ അവൻ വരില്ല, കാരണം അവൻ പേടിച്ച് പോയി. അവൻ വിചാരിച്ചിട്ട് ആ ഫോൺ കംപ്ലൈൻ്റ് ആകുന്നല്ലോ. ഓക്കെ, അത് പോട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ സംഭവം ഉണ്ട് പറഞ്ഞു തരാനാണ്. അതാണ് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നത്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.